വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും സ്പെഷ്യൽ ഹായ്. ഇന്ന് സൺഡേ ആണ് ഗൈസ്. സൺഡേ ആയതുകൊണ്ട് തന്നെ 1 മണി വരെ കിടന്നുറങ്ങി. ഒന്നെണീച്ച് നല്ല അടിപൊളിയായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കുളിച്ച് നല്ല റിലാക്സ് ആയി പുറത്ത് പോകാൻ പോവാണ്. അപ്പൊ ഇന്ന് പുറത്തുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരെ മലബാറിലെത്തിയിട്ടുണ്ട്. വിതിരയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സ്ഥലമാണ് മലബാർ ഹോട്ടൽ. അപ്പോൾ അവിടെ വന്നിട്ട് പൊറോട്ടയും ബീഫ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആക്ച്വലി വന്നിട്ടുണ്ട്. നോക്കാം. മിൻലൈം വിട്ടൊരു കളിയില്ലല്ലോ. അപ്പം ഞാൻ മിൻലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ മിൻലൈം വന്നിട്ടുണ്ടായിരുന്നേ. മധുരം ഇച്ചിരി കുറവായിരുന്നെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊറോട്ടയും ബീഫും എത്തി. ബീഫ് കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ. കുഞ്ഞു കുഞ്ഞായിട്ട് ബീഫ് കട്ട് ചെയ്ത് അതിനിന്ന് കറി വെച്ചിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അവർ ഫ്രൈ ആക്കി എടുക്കണം. എന്ത് കുന്താണെങ്കിലും ശരി, എൻ്റെ പൊന്നോ, എത്ര വർഷം കഴിഞ്ഞാലും ഇവിടുത്തെ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തതാണ്. ഇച്ചിരി പൊറോട്ടയും അങ്ങോട്ട് പിച്ചി കുറച്ച് ബീഫും എടുത്ത് ഒരു സവാളയും കൂടെ എടുത്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ സ്വർഗം എന്നൊക്കെ പറയൂലേ. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പൊന്മുടിയിലൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറങ്ങി കഴിച്ചോ. കലിംഗ് ജംഗ്ഷനിലെ മലബാർ ഹോട്ടലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ ഇവിടത്തേക്ക് വഴികൾ അറിയാമല്ലോടാ, ഇങ്ങനെ വളവും തിരിവും ഒടിവും ഒക്കെ ആയിരിക്കും. 2 സൈഡിലും റബ്ബറും പ്രകൃതി രമണീയമായ ചെടികളും മരങ്ങളും ഒക്കെ ആയിരിക്കും. ഗേസ്, ഞാൻ എങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഫുൾ കാട് പിടിച്ചടക്കാണ്. കുറേ നാളായി കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇത്രയും കാട് പിടിച്ചടക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെക്കാളും ഹൈറ്റിന് പുല്ല് പിടിച്ച് നിൽപ്പുണ്ട് കണ്ട. ടാങ് ടാങ്. അപ്പോൾ നല്ല ഹൈറ്റിന് കാട് പിടിച്ചടക്കാണ്. ഇനി ഇവിടെ മുഴുവനും ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഫുൾ കാടാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ലതായിട്ട് വിസിബിളായിട്ട് കാണാം കേട്ടോ. അതെ, അതാണ് മെയിൻ റോഡ്, ബസ് പോകുന്ന റോഡ്. ഇതിൻ്റെ ഈ നിൽക്കുന്ന മരത്തിൻ്റെ ഈ നിൽക്കുന്ന മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് താഴെയായിട്ട് നമ്മളെ പ്രോപ്പർട്ടിയിലോട്ട് വരുന്ന വഴിയുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥലം. ഞാൻ വാങ്ങിച്ച സ്ഥലമൊന്നുമല്ല, എൻ്റെ അച്ഛനും അമ്മയും കൂടി ഷെയർ ചെയ്യുന്ന സ്ഥലമാണ്. ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മരങ്ങൾ വെക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് റബ്ബറുണ്ട്, പ്ലാവുണ്ട്, പിന്നെ നമ്മുടെ പറങ്ങിമാവുണ്ട്, അയണിയുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് റബ്ബറാണ്. ഞാൻ വിചാരിച്ച റബ്ബറൊക്കെ അങ്ങ് മാറ്റിയിട്ട് റബ്ബറിന് പകരം നമുക്ക് കുറച്ച് പാറക്കുട്ടി ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ട്, ഭയങ്കര കാറ്റ്, ഭയങ്കര രസം കേട്ടോ. അപ്പോൾ പാറക്കുട്ടി ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വ്ളോഗുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പതിയെ പറയാം കേട്ടോ. അപ്പോൾ ആഹാ, കാറ്റ് അടിപൊളിയല്ലേ. കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ആക്ച്വലി കണ്ടല്ലോ, നമ്മൾ തിരുവനന്തപുരത്തല്ലേ താമസിക്കണം. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ കവടിയാറിനടുത്താണ് ഞാൻ താമസിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര റഷാണ്, എത്ര തിരക്കാണ്, എപ്പോഴും വണ്ടികളും ഒച്ചയും ബഹളമൊക്കെയാണ്. ഇവിടെ ഉള്ള ഭയങ്കര പീസ്ഫുള്ളാണ്. എൻ്റെ ഒച്ച കൂടാൻ കാരണം ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 50 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇതേ നോക്കൂ, അപ്പുറത്തെ സൈഡിലൊന്നുമില്ല, വനമാണ് ആ സൈഡ്. ഈ സൈഡ് കണ്ടോ, അവിടെ ഒന്നുമില്ല, റബ്ബറാണ്. പിന്നെയുള്ളത് താഴത്തോട്ടാണ് വീടുകളുള്ളത്. പിന്നെ ഞാൻ ഈ കാണിച്ച റബ്ബർ കഴിഞ്ഞതിന് ശേഷം കുറച്ചങ്ങ് പോകണം. ആ റബ്ബർ തോട്ടം കഴിഞ്ഞ് അങ്ങ് പോകണം വീടുകളുണ്ടെങ്കിൽ. 4 സൈഡിലും ഉണ്ട് വീടുകൾ, പക്ഷെ കുറച്ച് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഒച്ചയെടുത്ത് സംസാരിക്കാം, വിളിക്കാം, ചിരിക്കാം, കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാനും അനിയത്തിയും കൂടെ ഇവിടെ താമസിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഒച്ചയാണ്. ഞങ്ങൾ കൂകി വിളിക്കലും ഡാൻസും ബഹളവും പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിന്നാൽ ആക്ച്വലി പൊന്മുടി, ആ കാണുന്ന വ്യൂ, ഞാൻ അങ്ങോട്ട് കുറച്ച് മരമില്ലാത്ത സ്ഥലത്തോട്ട് നിന്നിട്ട് കാണിച്ചു തരാതെ. ആ കാണുന്നത് പൊന്മുടിയുടെ വ്യൂ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഡിസംബർ മാസമൊക്കെ ഉണ്ടല്ലോ, ആ മാസമൊക്കെ ആകുമ്പം ഇവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴും. രാവിലെ ഒരു 10 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ മഞ്ഞ് വീണ് കോട ഇറങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫീലാണ്. നല്ല
നല്ല ക്ലൈമറ്റാണ് ഇവിടെ. എപ്പോഴും നല്ല തണുത്ത കാറ്റ്, മഞ്ഞുള്ള സമയത്ത് നല്ല മഞ്ഞ്, അങ്ങനെ ഭയങ്കര രസമുള്ള ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പാറ പോലത്തെ സ്ഥലമാണ്, പാര്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇവിടെയുള്ള ഏക പ്രശ്നം. അപ്പോൾ നമ്മുടെ കിണർ തന്നെ 46 തൊടിയോങ്ങണ്ട ഉണ്ട്. കിണർ നോർമൽ കിണറാണ് വെട്ടിക്കണം. അപ്പോൾ 46 തൊടിയോങ്ങണ്ട ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്. ബാക്കി കാണുന്നതാണ് അനിയത്തിക്ക് ഷെയർ കൊടുത്ത വീടാണ്. അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നൊന്നുമില്ല. സോ ആ വീട് ഭയങ്കര കച്ചടയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, എൻ്റെ കിണറിൽ ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയിൽ കിണറൊന്നുമില്ല. ആകെയുള്ളത് അനിയത്തിയുടെ പ്രോപ്പർട്ടിയിലാണ് കിണറുള്ളത്. കിണറ്റിന് എന്താണെന്ന് വെച്ചാൽ 46 തൊടിയാങ്ങണ്ടയുണ്ട്. അപ്പോൾ നല്ല ആഴമുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ബോർവെൽ അടിക്കേണ്ടി വരും. അതാണ് ഉള്ളൊരു പ്രശ്നം. അല്ലാണ്ട് ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുമ്പോൾ, ഭയങ്കര സമാധാനമാണ്, നമുക്ക് ടെൻഷനൊന്നും കാണില്ല. ഭയങ്കര എന്താണ് അത് തന്നെ സാധനം. അപ്പോൾ നിങ്ങൾക്ക് പൊന്മുടിയുടെ വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നപ്പോൾ ഈ കളപ്പയറുണ്ടല്ലോ, അത് ദേ പടർന്ന് കിടക്കുന്നു. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കയറിയാൽ കറക്റ്റായിട്ട് ദേ കാണുന്നുണ്ടോ മല, കണ്ടോ? കാണിച്ചു തരാം. ദേ കണ്ടോ മഞ്ഞ് മൂടി കിടക്കുന്ന മല, അതാണ് പൊന്മുടിയുടെ ആദ്യത്തെ മല. ഈ സൈഡിൽ അതുപോലെ മലയുണ്ട്. അവിടുത്തെ എന്താണ് വെള്ളം ഒഴുകുന്നതിൻ്റെ അരുവി വരെ, അതിൻ്റെ വ്യൂ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു മല. ഈ മല കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറണം, എന്നാലേ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി അത് കാണാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ മൊത്തം കളപ്പയർ കയറി കിടക്കുകയാണ്. അങ്ങനെ ഇതാദ്യം വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ചെടികളും ഒക്കെ വെക്കണമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാനും പിന്നെ ഇത് വൃത്തിയാക്കാനുള്ള ആളെ സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കുറച്ച് നേരം ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാനുള്ള പ്ലാനാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തായിട്ട് മെയിൻ റോഡ് ഉണ്ട് കേട്ടോ, നമ്മുടെ ബസ്സൊക്കെ പോകുന്ന റോഡ്. ബോണക്കാട് ബസ് ഇതുവഴിയാണേ പോകുന്നത്. നൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ക്ലീൻ ചെയ്യണതിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ നല്ല എന്താണ് സൂര്യൻ നല്ല വെട്ടത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേനൊരു സന്തോഷമാണ്, ഒരു ഹാപ്പിനെസ്സാണ്. സോ ഇനി പോകണം. പാർക്കുട്ടിയെ വരുന്ന വഴിക്ക് കുഞ്ഞയുടെ വീട്ടിലാക്കിയിട്ട് വന്നു. അവൾ കുറച്ച് നേരം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞയുടെ വീട്ടിലാക്കിയിട്ട് വന്ന്. അപ്പോൾ പോകുമ്പോൾ അവളെ പിക്ക് ചെയ്യണം. അപ്പോൾ പോവാം. കുറച്ച് നേരം ചുമ്മാതെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. ആക്ച്വലി ഞാൻ വെറുതെ ഒന്ന് നടന്നതാണ് റോഡിൽ കൂടെ. അപ്പോഴാണ് കാണുന്നത്, ഞാൻ പറഞ്ഞില്ലേ കളപ്പയർ കയറി കിടക്കുകയാണെന്ന്. അവിടെ നമ്മുടെ റംബുട്ടാൻ കാച്ചു നിൽക്കുന്നു, കുറേ കായുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതാ കണ്ടോ, റെഡ് കളറിൽ ദേ നിൽക്കുന്നു. പിന്നെ ഇതായി കണ്ടോ, ഭയങ്കര ക്ലിയർ ഇല്ല, പക്ഷേ ഇത് നിറയെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടാ. അപ്പോൾ ഞാൻ പോയി പറിച്ചിട്ട് എന്തായാലും പോകാനിറങ്ങിയ ഞാനാണ് ഗൈസ്. എനിക്ക് എന്തായാലും ഞാനിതുവരെ കഴിച്ചിട്ടില്ല. സീരിയസ്ലി പറയട്ടെ, എൻ്റെ പ്രോപ്പർട്ടിയിൽ എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താണ്, 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. എനിക്ക് ഭയങ്കര എന്താണ് നെഗറ്റീവ് അടിച്ച് ഡിപ്രഷൻ അടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല എന്നൊക്കെ. ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായ ഒരു ഫ്രൂട്ട്, അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഞാനിതുവരെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫാഷൻ ഫ്രൂട്ട് എന്ന്, റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്, നീ പോകുമ്പോൾ പറിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയാണ് നിൽക്കണേന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനിന്ന് കണ്ടു, പറിച്ചിട്ട് എന്തായാലും പോവുള്ളൂ. ഭയങ്കര ഹാപ്പി. കാടും മലയും താണ്ടി കാടാണ് ഗൈസ്, ഫുൾ കാട്. കണ്ടോ? ഓ മൈ ഗോഡ്. ഗൈസ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ വെട്ടം?
കയ്യെത്തി പറിക്കാൻ കണക്കിന് 2-3 പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായേ. പിന്നെ ബാക്കിയെല്ലാം മുകളിലാണ്. അപ്പോൾ അതിനെ എങ്ങനെ പറിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേനാണ് തോട്ട കെട്ടിയിട്ടേക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉണ്ടല്ലോ മതിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരോ അയൽവക്കത്തുള്ള ആരോ ആയിരിക്കും ഇത് വന്ന് പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ തോട്ട എടുത്തിട്ട് തന്നെ റംബൂട്ടാൻ പറിച്ചെടുത്തേ. ദേ കണ്ടോ, നല്ല അടിപൊളി റംബൂട്ടാൻ, നല്ല പഴുത്ത് വന്നത് കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്തു. എന്തോ ഒരു ഹാപ്പിനെസ് ഇത് പറിച്ചെടുക്കുമ്പോഴത്തേന്. ആക്ച്വലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ നടക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഭാഗ്യത്തിന് അത് കണ്ടു. അപ്പം ഞാൻ കയ്യെത്തി പറിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചാടി കുതിച്ച് ഞാനതങ്ങ് പറിച്ചെടുത്തിട്ടുണ്ടേ. ഇത്ര റംബൂട്ടാൻ കിട്ടി, ഭയങ്കര ഹാപ്പി കേട്ടോ. കുറെ കിട്ടി, എല്ലാം പഴുത്തതാണ് പറിച്ചത്. പച്ച ഒരുപാട് നിപ്പുണ്ട്, ഞാനത് പറിച്ചില്ല. അടുത്ത ആഴ്ച വന്നിട്ട് പറിക്കാന്ന് വിചാരിച്ചു. പഴുത്തത് മാത്രമാണ് പറിച്ചത്. 2 കൈ നിറയെ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. താഴെ പോകുന്നു ഗൈസ്. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം റംബൂട്ടാൻ കിട്ടി. കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഞാൻ സത്യമായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. എൻ്റെ വിളയിൽ ഒരുപാട് സീസണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചു നോക്കാവേ. കഴിച്ചു നോക്കട്ടെ ഗൈസ്. നല്ല മധുരമുണ്ട്, അടിപൊളി. ഞാൻ കരുതി പുളിപ്പുണ്ടായിരിക്കും എന്ന് കരുതേട്ടാ, പക്ഷെ സീന് അടിപൊളി. പാറക്കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അതിനുള്ള ഒരു വെപ്രാളത്തിലാണ് ഞാൻ. നല്ല ടേസ്റ്റ്, ഒട്ടും പുളിപ്പില്ല കേട്ടാ. ഭയങ്കര സ്വീറ്റ്, ഒട്ടും പുളിപ്പില്ല. റംബൂട്ടാനൊക്കെ കഴിച്ച് അങ്ങനെ സൂര്യാസ്തമനമൊക്കെ കണ്ട് റിലാക്സ് ആയിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. തിരിച്ചു വന്ന ഉടനെ പാറക്കുട്ടിക്ക് ഞാൻ റംബൂട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.